ഹായ് ഫ്രണ്ട്സ്, വരാൻ പോകുന്ന IPOകളിൽ മാർക്കറ്റ് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു IPO ആണ് ഹ്യുണ്ടായി മോട്ടോഴ്സിൻ്റെ IPO. ഹ്യുണ്ടായി ഇന്ത്യയിലെ പാസഞ്ചർ കാർ സെഗ്മെൻറ്റിലെ ഉപഭോക്താക്കൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇപ്പോൾ 25,000 കോടി ഇഷ്യൂ സൈസുള്ള ഒരു വമ്പൻ IPOയുമായിട്ടാണ് ഇവർ വരുന്നത്. തങ്ങളുടെ കാർ കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ കീഴടക്കിയ ഹ്യുണ്ടായി ഇപ്പോൾ അവരുടെ IPOയുമായി വന്ന് ഇന്ത്യൻ മനസ്സുകളിൽ പൂർണ്ണമായിട്ടൊരു ചിരപ്രതിഷ്ഠ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു IPOയെ ഒരു വിമർശനാത്മകമായിട്ട് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹ്യുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ എന്ന് പറയുന്നത് കൊറിയ ബേസ്ഡ് ആയിട്ടുള്ള ഹ്യുണ്ടായി ഗ്രൂപ്പിന്റെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്. ഇത് 1996 എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഇവർക്ക് അതേപോലെ കിയ മോട്ടോഴ്സും നമ്മളിപ്പോൾ ഇന്ത്യയിൽ കാണുന്നുണ്ട്. ഇതും ഹ്യുണ്ടായിയുടെ കീഴിലുള്ള മറ്റൊരു കാർ കമ്പനിയാണ്. ഹ്യുണ്ടായി ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി പ്രധാനമായിട്ടും അവർ മാനുഫാക്ചർ ചെയ്യുന്നത് വൈഡ് റേഞ്ച് ഓഫ് 4 വീലേഴ്സാണ്. 4 വീലർ കാറുകളിൽപ്പെട്ട സെഡാൻസ്, ഹാച്ച് ബാഗ്സ്, അതുപോലെ SUV, അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി ഓഫ് ഓട്ടോമൊബൈൽ വെഹിക്കിൾസ്. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഇപ്പോൾ അവർ ഏകദേശം 13ഓളം മോഡലുകൾ നമുക്ക് അവരുടെ കാറുകൾ റോഡുകളിൽ കാണാൻ കഴിയും. കൂടാതെ ഇന്ത്യയിൽ അവരുടെ ഓട്ടോമോട്ടീവ് പാർട്സും ട്രാൻസ്മിഷൻസ്, എൻജിൻസ് പോലെയുള്ള കമ്പോണൻസും നിർമ്മിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഹ്യുണ്ടായി. ഇപ്പോൾ 2024 ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ 15% ഡൊമസ്റ്റിക് കാർ മാർക്കറ്റിൻ്റെ ഒരു മാർക്കറ്റ് ഷെയർ ഇവർക്കുണ്ട്. അപ്പോൾ മാരുതി സുസുക്കിയുടെ പിന്നിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയായിട്ടാണ് നമുക്ക് ഹ്യുണ്ടായി ഇന്ത്യ കാണാൻ പറ്റുക. അപ്പോൾ 2023 ഡിസംബർ വരെയുള്ള ഒരു ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് 1366 സെയിൽസ് ഔട്ട്ലെറ്റുകളും 1550ഓളം സർവീസ് സെൻറ്ററുകളും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമായിട്ടുണ്ട്. സോ 2021 1167 സെയിൽസ് ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ നമുക്ക് 1366 സെയിൽസ് ഔട്ട്ലെറ്റ്സ് കാണാൻ പറ്റുന്നത്. അതുപോലെ 1307 സർവീസ് സെൻറ്റർ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ 1550ഓളം സർവീസ് സെൻറ്ററുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വളർച്ച ഇവരുടെ ബിസിനസ്സിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഹ്യുണ്ടായുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട ഒരു വാർത്തയാണ്, ഹ്യുണ്ടായും അതുപോലെ തന്നെ അവരുടെ ടീമായിട്ടുള്ള കിയ കോർപ്പറേഷനും ചേർന്നുകൊണ്ട് ഇന്ത്യയിലുള്ള എക്സൈഡ് എനർജി സൊല്യൂഷനുമായി ചേർന്ന് ഒരു MOU സൈൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ലോക്കലായിട്ട് ഇന്ത്യയിൽ ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററി, ലിത്യം അയൺ ബാറ്ററി ഉണ്ടാക്കുന്ന ഒരു കൊളാബറേഷൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ അവർ നിർമ്മിക്കുന്ന യഥാർത്ഥ ലിത്യം അയൺ ഫോസ്ഫേറ്റ് സെൽസ് നിർമ്മിക്കാനും അതുവഴി ഇന്ത്യയിൽ അവരുടെ EV എക്സ്പാൻഷൻ പ്ലാനിന് കൂടുതലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് നൽകാനുമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഡിസംബർ 31 വരെ ഉള്ള ഒരു ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ അസറ്റ് ഏകദേശം 32,000 കോടിയോളം അസറ്റുള്ള ഒരു കമ്പനിയാണ്. റവന്യൂ ആണെങ്കിൽ 53,000 കോടിക്ക് മുകളിലുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു പ്രോഫിറ്റ്, ടാക്സ് കഴിച്ചിട്ടുള്ള ഒരു പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 4,382 കോടിയുടെ ഒരു പ്രോഫിറ്റും അതുപോലെ നെറ്റ് വർത്ത് ഏകദേശം 19,000 കോടിയുടെ നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ റിസർവ്സ് 18,000 കോടിയുണ്ട്. ഇവരുടെ ഡെറ്റ് 754 കോടിയുള്ളൂ. ഇപ്പോൾ ഒരു സീറോ ഡെറ്റ് കമ്പനിയാണ് നമുക്ക് പറയാം. കാരണം 18,000 കോടി റിസർവ് ഉള്ള കമ്പനി 754 കോടിയുടെ ഒരു നേരിയ ഡെറ്റ് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കമ്പനിയുടെ എന്തെങ്കിലും ഡെറ്റ് പൊസിഷനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഈ IPO നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം വളരെയധികം ഗ്രോ ചെയ്യുന്ന നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സിലാണ് അവരുള്ളത്. തീർച്ചയായിട്ടും ഇത് അവരുടെ കമ്പനി എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെയൊരു IPOയുമായിട്ട് അവർ വരുന്നത്. അപ്പോൾ IPO ഡേറ്റ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ ഒക്ടോബർ മാസം ഏകദേശം 14-15 തീയതികളിലായിരിക്കാം ഇതിൻ്റെ IPO ഓപ്പൺ ആകാൻ പോകുന്നത് എന്നാണ് ടെൻറ്റേറ്റീവായിട്ട് നമുക്ക് പറയാൻ കഴിയുക. ഒഫീഷ്യലായിട്ട് യാതൊരു അനൗൺസ്മെൻറ്റും വന്നിട്ടില്ല. ഇവരുടെ ഒരു ലിസ്റ്റിംഗ് ഡേറ്റ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒക്ടോബർ 21 അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് ബാൻഡ് ഏകദേശം കണക്ക് കൂട്ടുന്നത് 1758 എന്നുള്ള ഒരു പ്രൈസ് ലെവലിലായിരിക്കാം ഇവരുടെ IPO പ്രൈസ് വരാൻ പോകുന്നത് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. 14.22 കോടി ഷെയറുകളാണ് ഇവർ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു സൈസ് നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം 25,000 കോടിയുടെ ഒരു IPO ആയിരിക്കും അത് ഇന്ത്യൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വലിയ IPO ആയിരിക്കും. അപ്പോൾ അതിൽ തന്നെ 35% റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി സംവരണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപ്ലൈ ചെയ്ത എല്ലാവർക്കും കിട്ടാനുള്ള വലിയ സാധ്യതയാണ് ഇതിലുള്ളത്. കൂടാതെ സ്മോൾ HNIക്കും ബിഗ് HNIക്കുമായിരിക്കും ബാക്കിയുള്ള അലോട്ട്മെൻറ്റ് നൽകുന്നത്. ഫേസ് വാല്യൂ 10 രൂപ വിലയുള്ള ഷെയറുകളായിരിക്കും മാർക്കറ്റിൽ വരിക. അപ്പോൾ ഹ്യുണ്ടായി IPO പ്രധാനപ്പെട്ട ഒരു ആകർഷണ കേന്ദ്രമാകാനുള്ള കാരണം അതിൻ്റെ IPO സൈസ് കൊണ്ടാണ്. കാരണം ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് IPOകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 10,000 കോടിക്ക് മുകളിലുള്ള 7 ഇനീഷ്യൽ പബ്ലിക് ഓഫർ IPOകൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നമുക്ക് കാണുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LICയുടെ IPO ആണ്. 21,000 കോടിയുടെ IPO ആയിരുന്നു അത്.
അതിൻ്റെ തൊട്ടുകാർ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് പേടിഎമ്മിൻ്റെ IPO ആണ്. അത് 18,300 കോടിയുടെ IPO ആയിരുന്നു. മൂന്നാം സ്ഥാനത്തുണ്ടായത് കോൾ ഇന്ത്യയുടെ IPO ആണ്. അത് 5,200 കോടിയുടെ IPO ആയിരുന്നു. നാലാം സ്ഥാനത്ത് നമുക്ക് റിലയൻസ് പവറിൻ്റെ IPO ആയിരുന്നു. അത് 11,700 കോടിയുടെ വമ്പിച്ച IPO ആയിരുന്നു. ഇത് കൂടാതെ നമുക്ക് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ 11,000 കോടിയുടെ IPO, അതുപോലെ ONGCയുടെ 10,000 കോടിയുടെ IPO, അതുപോലെ SBI കാർഡ്സിൻ്റെ 10,000 കോടിയുടെ IPO ഒക്കെ നമുക്ക് അതിൻ്റെ പിറകിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ IPOകളൊക്കെ കടത്തിവിട്ടുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്കാണ് ഈ ഒരു IPOയുടെ ഇഷ്യൂ സൈസ് വരാൻ പോകുന്നത്. അപ്പോൾ അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വലിയ IPO ആയിട്ട് ഈ ഹ്യുണ്ടായി ഇന്ത്യയുടെ IPO വരാൻ പോവുകയാണ്. എന്നാൽ വലിയ IPOകളുമായി വരുന്ന കമ്പനികളുടെ ഒരു ലിസ്റ്റിംഗ് ഡീറ്റെയിൽസ് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പരിശോധിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കാണാൻ കഴിയും. കാരണം ബിഗ് സൈസിൽ വന്ന IPOകളൊന്നും വലിയ ലിസ്റ്റിംഗ് നേട്ടം ഉണ്ടാക്കിയിട്ടില്ല എന്ന് കാണാൻ കഴിയും. IPOകൾ മാത്രമല്ല, ഈവൻ FPO പോലും, അതായത് ഫോളോ അപ്പ് പബ്ലിക് ഓഫറുകളായാലും അതൊന്നും വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടില്ല എന്ന് അതിൻ്റെ ലിസ്റ്റിംഗ് ഡേ ഗെയിൻ ഡാറ്റകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്കിവിടെ കാണാൻ കഴിയും LICയുടെ IPO 21,000 കോടിയുടെ IPO ആയിരുന്നു. 2022 മെയ്യിലായിരുന്നു അത് വന്നത്. 949 എന്നുള്ള ഓഫർ പ്രൈസ് ആയിരുന്നു. ലിസ്റ്റിംഗ് ഡേയിൽ 875 ലിസ്റ്റ് ചെയ്തത്. അതായത് 7% നഷ്ടമാണ് അത് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. മറ്റൊന്ന് അദാനി എൻ്റർപ്രൈസസിൻ്റെ FPO ആയിരുന്നു. അത് 20,000 കോടിയുടേതായിരുന്നു. പക്ഷേ അത് അവർ മാർക്കറ്റിൽ നിന്ന് കമ്പനിയുടെ വലിയ പ്രതിസന്ധി കാരണം, മാർക്കറ്റ് കണ്ടീഷൻ കാരണം അവർ ലിസ്റ്റിങ്ങിന് പോയില്ല, അവർ പിൻവലിക്കുകയാണ് ഉണ്ടായത്. പിന്നെ അതുപോലെ പേടിഎമ്മിൻ്റെ IPO ഏകദേശം 18,300 കോടിയുടെ IPO ആയിരുന്നു. 2021 നവംബറിലായിരുന്നു അത് വന്നത്. 2,150 എന്നുള്ള ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു IPO ആയിരുന്നു അത്. 1,564 ലിസ്റ്റിംഗ് നടന്നത്. അതായത് 27% നഷ്ടമാണ് അത് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. മറ്റൊന്ന് വോഡഫോൺ ഐഡിയയുടെ FPO ആയിരുന്നു. 18,000 കോടിയുടെ ഒരു ഇഷ്യൂ സൈസ് ആയിരുന്നു അത്. 11 രൂപയായിരുന്നു ഓഫർ പ്രൈസ്. 13 രൂപക്കാണ് ലിസ്റ്റ് ചെയ്തത്. നേരിയൊരു ഗെയിൻ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 19% ഒരു ഗെയിൻ അതിൻ്റെ ഒരു FPOയിൽ ഉണ്ടായിരുന്നു. എന്നാൽ കോൾ ഇന്ത്യയുടെ IPO 15,000 കോടിയുടെ IPO, അതിൻ്റെ ഓഫർ പ്രൈസ് 245 ആയിരുന്നു. പക്ഷെ 342 ലിസ്റ്റ് ചെയ്തു. 39% ഒരു നേട്ടം അതുണ്ടാക്കി. അപ്പോൾ ഈ ഒരു വലിയ IPOകൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അധികം നേട്ടം ഉണ്ടാക്കിയത് കോൾ ഇന്ത്യയുടെ IPO മാത്രമാണെന്ന് കാണാൻ കഴിയും. കാരണം നമുക്ക് കാണാം ഇവിടെ യെസ് ബാങ്കിൻ്റെ IPO, അത് ഓഫർ പ്രൈസ് 12 രൂപയായിരുന്നു. 12.3 എന്നുള്ള നേരിയൊരു ലിസ്റ്റിംഗ് ഗെയിൻ മാത്രമാണ് അത് ലിസ്റ്റ് ചെയ്തത്. അതായത് 2.5% ഒരു നേരിയൊരു ഗെയിൻ. അതുപോലെ റിലയൻസ് പവറിൻ്റെ വമ്പിച്ച IPO ആയിരുന്നു. 2008 വന്ന ആ സമയത്തുള്ള ഏറ്റവും വലിയൊരു IPO ആയിരുന്നു അത്. അത് 450 എന്നുള്ള ഓഫർ പ്രൈസ് ആയിരുന്നു. പക്ഷേ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത് 372 17% ഒരു നഷ്ടമാണ് അത് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. അതേപോലെ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ 11,000 കോടിയുടെ IPO ആയിരുന്നു. അത് 2017 വന്നത്. 912 എന്നുള്ള ഒരു ഓഫർ പ്രൈസ് ആയിരുന്നു. പക്ഷേ 870 ലിസ്റ്റ് ചെയ്ത് -4% നഷ്ടം ഉണ്ടാക്കി. അതുപോലെ SBI കാർഡിൻ്റെ IPO ഇതേപോലെ വലിയ ഇഷ്യൂ സൈസ്, 10,000 മുകളിലുള്ള ഒരു ഇഷ്യൂ സൈസ് ആയിരുന്നു. അത് 755 എന്നുള്ള ഓഫർ പ്രൈസ് ആയിരുന്നു. പക്ഷേ ലിസ്റ്റ് ചെയ്ത് 683 9% നഷ്ടം ഉണ്ടാക്കി. അതുപോലെ NMDCയുടെ IPO ഇതേപോലെ 9,930 കോടിയുടേതായിരുന്നു. 2010 അത് വന്നത്. 300 രൂപയുടെ ഓഫർ പ്രൈസ് ആയിരുന്നു. 294 ലിസ്റ്റ് ചെയ്തത്. അതായത് 1% നഷ്ടം. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വലിയ IPOകളായാലും FPOകളായാലും, അത് ഫോളോ ഓഫ് പബ്ലിക് ഓഫറുകളായാലും ഇനീഷ്യൽ പബ്ലിക് ഓഫറുകളായാലും ഇതൊന്നും വലിയ നേട്ടമൊന്നും ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ ഹിസ്റ്ററി വെച്ച് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഹ്യുണ്ടായിയുടെ IPO നോക്കുകയാണെങ്കിൽ വരുന്നത് 1,700 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലാണ്. അപ്പോൾ ആ ഒരു വലിയൊരു പ്രൈസ് റേഞ്ചിലുള്ള IPOകൾക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എത്രമാത്രം താല്പര്യം ഉണ്ടാവും എന്ന് കണ്ടറിയണം തന്നെ വേണം. അപ്പോൾ ഇവിടെ ഈ ഒരു ഇഷ്യൂ സൈസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹ്യുണ്ടായിയുടെ IPO അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്നവർക്കെല്ലാം അത് കിട്ടാനുള്ള സാധ്യത വളരെയധികമാണ്. 100% കിട്ടുമെന്നല്ല, എന്നാൽ സാധ്യത വളരെ കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ഷെയറിനുള്ള ഡിമാൻഡ് കുറയും. അതുകൊണ്ട് തന്നെ ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത വളരെ കുറവായിരിക്കും. കൂടാതെ ഇത് വരാൻ പോകുന്ന ഒക്ടോബർ മിഡ് ആ ഒരു സമയത്താണ്. ആ സമയത്തുള്ള മാർക്കറ്റ് കണ്ടീഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതെങ്കിലും ഒരു ബിയർ മാർക്കറ്റിൻ്റെ സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു IPO വല്ലാതെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് കാർ സെല്ലിംഗ് ബ്രാൻഡായിട്ടുള്ള ഹ്യുണ്ടായിയുടെ IPO സ്വന്തമാക്കുക എന്നുള്ളത് ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് എടുത്തേക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഈ സ്റ്റോക്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടായേക്കാം. എങ്കിലും ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. മറ്റ് സാധാരണ ഇഷ്യൂ സൈസ് കുറഞ്ഞ IPOകളിൽ പ്രവചിക്കുന്നത് പോലെ ഇതിൽ പ്രവചിക്കുക അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ ഉള്ള ഒരു നിർദ്ദേശമല്ല. നിങ്ങൾ നിങ്ങളുടേതായ ഡിസിഷൻ എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.